ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മലയാളത്തിലെ +1 മലയാളത്തിൽ കാവ്യകലകളെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗം MN വിജയൻ എഴുതിയ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ലേഖനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് ചോദ്യോത്തരങ്ങൾ അല്ലേ, ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യോത്തരങ്ങൾ, ഓരോ ചോദ്യങ്ങളും നമുക്ക് എന്താണ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വന്നിട്ടുള്ള ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവർക്കും വായിക്കാൻ സാധിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ നോക്കുക, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്ക്. കവിതയിലെ പദങ്ങൾക്കുണ്ടാവണമെന്ന് MN വിജയൻ പറയുന്ന 2 സവിശേഷതകൾ തിരഞ്ഞെടുത്തെഴുതുക അല്ലേ. അപ്പോൾ പാഠഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. എല്ലാ മലയാളത്തിൻ്റെ പാഠഭാഗങ്ങളും ഒരു തവണയെങ്കിലും വായിക്കണം എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇവിടെ MN വിജയൻ പറയുന്നത് എന്താണ്? പദങ്ങൾക്കുണ്ടാവണം. എന്തൊക്കെയാണ് മക്കളെ? അനേകം അർത്ഥങ്ങളെ നിർമ്മിക്കണം. വാക്കിനൊരർത്ഥമേ ആകാവൂ. അതാണോ? അത് തെറ്റാണ്. വാക്കിനൊരർത്ഥമല്ല, ഒന്നിൽ കൂടുതൽ അർത്ഥമായാൽ മാത്രമേ എന്നാണ് MN വിജയൻ പറയുന്നത്. എല്ലാവരും ഒരേപോലെ കാണാത്ത സിമ്പിളുകളാവണം അല്ലേ, ഒരേപോലെ കാണാത്ത സിമ്പിളുകൾ ഇത് രണ്ടുമാണ്. അപ്പോൾ ഇതിൽ ഉത്തരങ്ങളിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ്? ഉത്തരങ്ങളിലേക്ക് പോകുമ്പോൾ നോക്കുക, അനേകം അർത്ഥങ്ങളെ നിർമ്മിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരും ഒരേപോലെ കാണാത്ത സിമ്പിളുകൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തീർച്ചയായിട്ടും പോവാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എന്ന് നോക്കുക, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. കവിതയുടെ സ്വഭാവമായ 2 ആശയ സൂചനകൾ എഴുതുക. അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. അവ്യവസ്ഥിത്വം കവി പ്രയോഗിക്കുന്ന സിമ്പിളുകളിലുണ്ട്. എല്ലാവരും ഒരേപോലെ കാണുന്നതാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിമ്പിളുകൾ. തീർച്ചയായിട്ടും അത് തെറ്റാണ്. എല്ലാവരും ഒരേപോലെ കാണുന്നതാണോ? അല്ല, കാണാത്തതാണ്. പറയാനുള്ളത് നേരെ ചൊവ്വേ പറയുക, അതും തെറ്റാണ്. ആദ്യത്തെ ഈ 2 യഥാർത്ഥ ശരിയായിട്ടുള്ള ഉത്തരം നോക്കുക. അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. അവ്യവസ്ഥിതത്വം കവി പ്രയോഗിക്കുന്ന സിമ്പിളുകളിലുണ്ട്. ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കാം. ഈ ഒരു ചോദ്യം എല്ലാവരും കേട്ടെ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. 2 മാർക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞതെല്ലാം മറന്നെനിക്കു കയറി പറ്റാൻ കഥക് തുറക്കുമോ, വിളക്ക് കൊളുത്തുമോ, കവി ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നത് ആരോടെല്ലാമാണ്? അതായത് ഇത് നമ്മളുടെ ഈ പാഠത്തിൻ്റെ ഈ ഒരു യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്രവേശക പ്രവർത്തനമാണ്. ആ പ്രവേശകത്തിൽ ഒരു ചെറിയ കവിത തന്നിട്ടുണ്ട്. ഇരുട്ടിലെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കവിത, ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ അതിലെ ഒരു ചോദ്യമാണ്. ഇത് ആരോടൊക്കെയാണ് പറയുന്നത്? പ്രേമവേദന ഭാഗ്യം മറിയുന്ന ഋതുക്കളോടാണോ, കവിതാ സമാധിയിൽ ഉറച്ച മലകളോടാണോ അല്ലേ? പ്രേമവേദന മറിയുന്ന ഋതുക്കളോടും അതുപോലെ തന്നെ കവിതാ സമാധിയിൽ ഉറച്ച മലകളോടുമാണ് കവി ഇങ്ങനെ പറയുന്നത്. ഇത് രണ്ടുമാണ് നമ്മളുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. എനിക്കൊന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് മോഡലിനും കൂടി ഒരു ചോദ്യം വന്നു. 2025 മോഡലിനും കൂടി ഒരു ചോദ്യം വന്ന ഭാഗമാണ്. എല്ലാവരും പഠിച്ചിട്ട് പോകണം. ഈ ഒരു പാഠം പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടന്നാലോ? അടുത്ത ചോദ്യം നോക്കുക. എല്ലാം ശ്രദ്ധിച്ചോളൂ. ഈ ചോദ്യം ആദ്യം എല്ലാവരും ഒന്ന് വായിക്കുക. എന്താണ് കവിത? MN വിജയൻ തൻ്റെ ലേഖനത്തിൽ കവിതയെക്കുറിച്ച് അവതരിപ്പിച്ച 2 നിരീക്ഷണങ്ങൾ എഴുതുക. 4 മാർക്കിന് ചോദിച്ചതാണ്. നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പാഠഭാഗം നല്ലപോലെ ഒന്ന് വായിച്ചാൽ മതി. അതിന് ചെറിയൊരു ഉത്തര സൂചിക ഞാൻ കൊടുത്തിട്ടുണ്ട്. MN വിജയൻ്റെ അഭിപ്രായമനുസരിച്ച് കവിത പുതിയ വിജ്ഞാന ചക്രവാളങ്ങളുടെയും അനുഭൂതി മണ്ഡലങ്ങളുടെയും വികാസത്താൽ സങ്കീർണമായി തീർന്നവയാണ്. അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. കവിതയിൽ ഒരു പദത്തിന് ഒരർത്ഥമല്ല ഉള്ളത്. അനേകം അർത്ഥങ്ങളെ നിഷ്പാദിക്കുന്ന വാഗ്ബിന്ദുക്കളാണ് കവികൾ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണമായി കുഞ്ഞൻ നമ്പ്യാർ വാഴക്കുലയെ രത്നക്കുലകളോട് ഉപമിച്ചപ്പോൾ ചെങ്ങമ്പുഴ വാലക്കുലയെ മലയപ്പുലയൻ്റെ ആശയും പ്രതീക്ഷയുമായി അവതരിപ്പിക്കുന്നു. എല്ലാവരും ഒരേപോലെ കാണാത്ത സിമ്പിളുകളാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. പാഠഭാഗം നല്ലപോലെ വായിക്കുക. ഈ ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം. എല്ലാവരും ഈ ചോദ്യം ആദ്യം ഒന്ന് വായിക്കുക. കവിതയിലെ ഈ നൃത്തം മുഖ്യമായി ശബ്ദത്തിൻ്റേതല്ല, അർത്ഥത്തിൻ്റേതാണ്. കാവ്യകലകളെക്കുറിച്ചുള്ള MN വിജയൻ്റെ ഈ നിരീക്ഷണം വിശദമാക്കുക. അപ്പം നമുക്കൊന്ന് നോക്കാം. സ്വരങ്ങൾ കൊണ്ട് ഗായകൻ ഗാനം സൃഷ്ടിക്കും പോലെ, കല്ലുകൊണ്ട് ശില്പി ശില്പം തീർക്കും പോലെ വാക്കുകൾ കൊണ്ട് കവി ഒരുക്കുന്ന നൃത്തമാണ് കവിത എന്ന് MN വിജയൻ അഭിപ്രായപ്പെടുന്നു. അത് കേവലം ശബ്ദ സൗന്ദര്യം കൊണ്ട് ഉണ്ടാക്കുന്ന ഭംഗിയല്ല. വായിച്ച് കേൾക്കാൻ ഇമ്പമുള്ളത് നല്ല കവിതയാവണമെന്നില്ല. അർത്ഥഭംഗിയാണ് കവിതയെ സുന്ദരമാക്കുന്നത്. കവിതയിലെ വാക്കുകൾ
ബഹുഅർത്ഥ സാധ്യതയുള്ള സൂചനകളാണ്. അത്തരം സൂചകങ്ങൾ കവി സശസ്ത്രം തിരഞ്ഞെടുത്ത് കവിതയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ കവിത അർത്ഥത്തിനപ്പുറത്തെ അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ അർത്ഥഭംഗി സൃഷ്ടിക്കുന്ന പദങ്ങളുടെ നൃത്തമാണ് കവിത. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ആ പാഠം വായിച്ച് എഴുതിയാൽ മാത്രം മതിയാവും. 4 മാർക്ക് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായല്ലോ? ഇതുപോലെ ഈ ഒരു ചോദ്യം നോക്കിയേ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചേ. തന്നിഷ്ടം പോലെ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന കവികളെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് എന്ന് എം വിജയൻ അഭിപ്രായപ്പെടുന്നത് യുക്തി എന്താണ്? സാധാരണ കാഴ്ചകളെ അസാധാരണമായി കാണുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നവരാണ് കവികൾ. അവർ നമ്മുടെ അനുഭവങ്ങളിൽ പുതിയതായി ചിലത് കൂട്ടിച്ചേർക്കുന്നു. അതിരുകളില്ലാത്ത അനുഭവങ്ങളുടെ ഒരു ലോകമാണ് സാഹിത്യകൃതികളിലൂടെ വായനക്കാരന് കിട്ടുന്നത്. തങ്ങളുടെ പ്രതിഭ കൊണ്ട് കവികൾ പുതുലോകങ്ങൾ സൃഷ്ടിക്കുന്നു. അനന്തവർദ്ധനൻ ധ്വനാലോകത്തിൽ പറയും പോലെ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് പറയേണ്ടത്. കാരണം നിങ്ങളുടെ രീതിയിൽ അത് എഴുതാൻ സാധിക്കണം. അതാണ് ആ പാഠം വായിച്ചാൽ തന്നെ നിങ്ങളുടെ രീതിയിൽ അത് എഴുതാൻ സാധിക്കും. അപ്പം ഇതുപോലൊരു ചോദ്യം ഒരു തവണ ചോദിച്ചതാണെന്ന് ഓർക്കുക. ഈ ഒരു ചോദ്യം 6 മാർക്ക്, മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക, 6 മാർക്കിനും ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. അവ്യവസ്ഥിതത്വം കവിതയുടെ സ്വഭാവമാണ്. അർത്ഥമുള്ളത് കവിതയല്ല, അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. എം.എൻ. വിജയൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട് എന്ന രീതിയിൽ പാഠഭാഗവും കൂടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അതിലെ ഉത്തരങ്ങളൂടെ വെച്ച് നിങ്ങളുടെ രീതിയിലൊന്ന് സമർത്ഥിച്ചാൽ മതി. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അല്ല ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. പണ്ടത്തെ കവിത പദങ്ങളുടെ ലളിത നൃത്തമായിരിക്കാം. ഇന്നത് പുതിയ വിജ്ഞാന ചക്രവാകങ്ങളുടെയും അനുഭവമണ്ഡങ്ങളുടെയും വികാസത്താൽ സങ്കീർണമായി തീർന്നിരിക്കുന്നു. ഈ അഭിപ്രായത്തിൻ്റെ സാധുത കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണോ മക്കളെ? നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് വിശദീകരിച്ച് നോക്കിയാലോ? അതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ? ഓക്കെ നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കവിതാ നിരൂപണത്തെക്കുറിച്ചും ആസ്വാദനത്തെക്കുറിച്ചുമുള്ള പഴയ ധാരണകളെ പൊളിച്ചെഴുതുന്ന ലേഖനമാണ് എം.എൻ. വിജയൻ. കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന സന്ദർഭത്തിൻ്റെയും പ്രതീകത്തിൻ്റെയും അർത്ഥം അതത് കാലഘട്ടവുമായി വ്യത്യസ്തമായിരിക്കും. വാക്കുകൾക്ക് കേവലമായ അർത്ഥമല്ല കവിതയിലുള്ളത്, അർത്ഥത്തിനപ്പുറത്ത് അർത്ഥമുള്ളവയാണ് കവിതയിലെ പദങ്ങൾ. തീർച്ചയായിട്ടും ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണ്. വൈലോപ്പള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന കവിതയിലെ പൊൽത്തിടമ്പേറി ദേവൻ, മന്ത്രിപ്പു പിശാചുക്കൾ, ആ വരികളിൽ എം.എൻ. വിജയൻ അതിൻ്റെ ഉദാഹരണമായിട്ട് എം.എൻ. വിജയൻ പറയുന്നതാണ് വൈലോപ്പള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ പാഠത്തിലെ കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുക. ചോദ്യം ഉണ്ട്, മനസ്സിലാക്കുക. ഇനി 6 മാർക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. പറയാനുള്ളത് നേരെ ചൊവ്വേ പറഞ്ഞിട്ട് പോവുക എന്നത് മൂഢകാവ്യ സിദ്ധാന്തമാണ്. ഇത് നിങ്ങൾ ഈ അഭിപ്രായത്തെ കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വിശദീകരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മക്കളെ. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്തതിലൂടെ നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊരു മൂഢകാവ്യ സിദ്ധാന്തമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും ലഭിച്ചോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ഇതുപോലെ ഓരോ പാഠഭാഗത്തിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും കൂടി ഒന്ന് ഓർക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലപോലെ പഠിച്ച് തന്നെ പരീക്ഷ എഴുതുക. നിങ്ങൾ ചെയ്ത ഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ആൻഡ് ഓൾ ദ ബെസ്റ്റ് മക്കളെ. എല്ലാവരും നല്ലപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ.